ശാലിനിയെ എൻ്റെ മകൻ സുനിൽകുമാർ തന്നെയാണ് തട്ടിക്കൊണ്ടുവന്നത്. ഈ സുനിൽകുമാർ ആരാണെന്ന് നിങ്ങൾക്കിനി അറിയണ്ടേ എന്ന് ചോദിച്ചിട്ട് ഒരു കഥയങ്ങ് പറയുകയാണ്. ഈ കഥ കേട്ടപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മനോഹരൻ എന്ന് പറഞ്ഞവൻ ബോംബെയിൽ കൊണ്ടുവന്ന് വിറ്റ ഒരു വ്യക്തിയാണ് ഈ മാതങ്കി എന്ന് പറയുന്ന സ്ത്രീ. ഇവരുടെ പേര് വേറെ എന്തോ ഒരു പേരായിരുന്നു. ഇവിടെ എത്തിയിട്ട് ഈ മാതങ്കി എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിച്ചതാണ്. അങ്ങനെ ഈ മനോഹരനെ വിശ്വസിച്ച് മനോഹരനെ സ്നേഹിച്ച് തൊടുപുഴയിൽ നിന്നും അവർ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ എത്തിയിട്ട് അന്ന് 10,000 രൂപയ്ക്ക് ഇവരെ വിൽക്കുകയായിരുന്നു. 2009 ഫെബ്രുവരി 12 തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി വരികയാണ്. മുട്ടം മുനമ്പത്ത് മനോഹരൻ എന്ന് പറയുന്നയാളാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് അയാളുടെ മകള് തൊടുപുഴ ഒരു പാരലൽ കോളേജിൽ പഠിക്കുകയാണ്. രാവിലെ പഠിക്കാൻ പോയ പെൺകുട്ടി വൈകുന്നേരം തിരിച്ചു വന്നില്ല, ശാലിനി എന്നാണ് പേര് എന്നൊക്കെയാണ് ഇദ്ദേഹം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ മൊബൈൽ പിന്തുടരുന്ന രീതിയൊന്നും ഇല്ലല്ലോ. 2009 കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒന്നും മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്തു. അതുപോലെ സ്ഥിരം പൂവാല സംഘങ്ങളെ ചോദ്യം ചെയ്തു. പിന്നെ സ്കൂളിലൊക്കെയുള്ള സഹപാഠികളെ, അതായത് കോളേജിൽ വരുന്ന സഹപാഠികളെയൊക്കെ ചോദ്യം ചെയ്തപ്പോഴൊന്നും ഒരു തുമ്പുമില്ല. എല്ലാവരും പറയുന്നത് ഇതാണ്: ശാലിനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, ഞങ്ങൾക്കറിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ 10 മാസം കഴിഞ്ഞു, അന്വേഷണത്തിന് യാതൊരു പുരോഗതിയില്ല. അങ്ങനെയാണ് പോലീസ് ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് വിടുന്നത്, ഇടുക്കി ക്രൈംബ്രാഞ്ചിലേക്ക്. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം തുടങ്ങിയപ്പോൾ ഫ്രഷായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു. കാരണം ലോക്കൽ പോലീസ് ഇത്രയൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യം മുതൽ അന്വേഷിക്കണം. അങ്ങനെ കുട്ടി മിസ്സായ ആ ഒരു കോളേജിൽ നിന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു. കോളേജിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. അവിടെയുള്ള പ്രിൻസിപ്പാളിനെയും അവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒരു വലിയൊരു കോളേജൊന്നുമല്ല, സാമാന്യം ചെറിയൊരു കോളേജാണ്, അവിടെ കുറച്ച് കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം സാർ, ഒരു പെൺകുട്ടിയുണ്ട്, മോനിഷ എന്നാണ് പേര്, ഈ ശാലിനിയുടെ അടുത്ത കൂട്ടുകാരിയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നത്, ഒരുമിച്ചാണ് പോകുന്നത് എന്നൊക്കെ കാണാറുണ്ട് എന്നൊക്കെയാണ് ഈ പ്രിൻസിപ്പാൾ പറഞ്ഞത്. അങ്ങനെ ഈ മോനിഷയുടെ വീട്ടിലേക്ക് പോയി. മോനിഷയെ മുന്നേ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്കും മോനിഷയുടെ അമ്മയും അതുപോലെ തന്നെ മോനിഷയൊക്കെ കരച്ചിലും പിഴിച്ചലൊക്കെ തുടങ്ങിയിരുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇത് സാധാരണ പോലീസുകാർ അന്വേഷിക്കുന്ന പോലെയല്ല, നമ്മൾ ക്രൈംബ്രാഞ്ചാണ്, എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൊക്കിയെടുത്ത് കൊണ്ടുപോകും, അതുകൊണ്ട് നിങ്ങൾ ഉള്ള സത്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ കരച്ചിൽ നിർത്തിയിട്ട് പിന്നെ ഭയമായി, പിന്നെ തൊഴുത് നിൽക്കലേ. അങ്ങനെ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പേടിച്ചിട്ടാണ് ഞങ്ങളൊന്നും പറയാതിരുന്നത്. അതായത് ഈ ശാലിനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സുനിൽകുമാർ എന്നാണ്. അദ്ദേഹം ബോംബെയിലാണ്, ഇവിടെയൊന്നുമല്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു നമ്പർ എനിക്ക് തന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാർക്ക് ഒരു നമ്പർ കൊടുക്കുകയാണ്. പോലീസുകാർ അങ്ങനെ ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടപ്പോഴേ ഇത് ധാരാവി എന്ന് പറയുന്ന സ്ഥലമാണ് എന്നും അതുപോലെ തന്നെ സുനിൽകുമാർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഫോണിൻ്റെ ഉടമസ്ഥനെന്നും പോലീസുകാർക്ക് മനസ്സിലാകുന്നു. ഇവർ നേരെ പോയത് മനോഹരൻ്റെ വീട്ടിലേക്കാണ്. മനോഹരനോട് അന്വേഷിച്ചു. മനോഹരൻ പറഞ്ഞു, സാറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ധാരാവിയിലായിരുന്നു, അതായത് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ചാരായത്തിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചാരായത്തിൻ്റെ ബിസിനസ്സുകാർ തമ്മിലുള്ള അടിയിൽ ഞങ്ങളെയെല്ലാം അടിച്ചോടിച്ച് ഈ സുനിൽ എന്ന് പറയുന്ന ഒരു ദാദ അവിടെയുള്ള ഏരിയ കൈയടക്കി. ഈ സുനിലാണെങ്കിൽ മലയാളിയാണ് എന്നുള്ള ഒരു കഥയാണ് മനോഹരൻ പറഞ്ഞത്. അങ്ങനെ മനോഹരനെ പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ഇവർ അന്വേഷിച്ചു, ഈ മനോഹരൻ എങ്ങനെയാണ്, ആള് നല്ലവനാണോ എന്ന് ചോദിച്ചപ്പോഴേ ചായക്കടക്കാരൻ പറഞ്ഞു, സാറേ ഇവനെപ്പോലെ ഒരു ചെറ്റ ലോകത്തില്ല, അതായത് പരമചെറ്റിയാണിവൻ. എനിക്ക് തന്നെ സംശയമുണ്ട്, ആ പെൺകൊച്ചില്ലേ കാണാതായ ശാലിനി, അവൻ്റെ മകള്, അവൻ തന്നെ കൊണ്ടുപോയി വിറ്റതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഞെട്ടിപ്പോയി. അതായത് ഈ മനോഹരൻ ഇങ്ങനെയുള്ള ആളാണോ? അതേ സാറേ, പണ്ടൊക്കെ ഈ 3-4 പെൺകുട്ടികളെ ഇവിടെ നിന്നും ഇവൻ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇവന് ബോംബെയിലായിരുന്നു ജോലി. ഇവൻ വരുമ്പോൾ ഓരോ പെൺകുട്ടികളെയും കൊണ്ടുപോയിട്ട് അവിടെ നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാറ്. പക്ഷെ പിന്നീട് അവരുടെ ഒരു
വിവരവുമില്ല. അങ്ങനെ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ട് നാട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നാട്ടുകാർക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടിയത് ഇവന് ചുവന്ന തെരുവുമായിട്ട് ബന്ധമുണ്ടെന്ന്. അങ്ങനെ അടി കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് നാടുവിട്ടു പോവുകയായിരുന്നു ഈ മനോഹരൻ. നാട് വിട്ടതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് വന്നത്. വരുമ്പോൾ ഭാര്യയും ഈ ഒരു കൊച്ചും ഉണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ പേരാണ് ശാലിനി എന്നാണ് കടക്കാരൻ പറഞ്ഞത്. സാറേ, എൻ്റെ പേരൊന്നും പറഞ്ഞേക്കരുത്, അവൻ മഹാപോക്രിയാന്ന്, അവൻ ഒരു ഇരുട്ടത്തെങ്കിലും എന്നെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയത്തോടു കൂടിയാണ് ആ ചായക്കടക്കാരെല്ലാം പറഞ്ഞത്. ഏതായാലും പോലീസുകാർ നേരെ മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് തന്നെ SPയുമായി സംസാരിക്കുന്നു. മുംബൈയിലേക്ക് വണ്ടി കയറുകയാണ്. 3 പോലീസുകാരാണ് പോയിരിക്കുന്നത്. 3 പോലീസുകാർ മുംബൈയിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ റൂമൊക്കെ എടുത്ത് അവരെ അങ്ങനെ കാമാത്തിപുരയിലേക്ക് പോകണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെയുള്ളൊരു പോലീസുകാരനൊരു പൊട്ടിച്ചിരിയാന്ന്. നിങ്ങൾ എന്താണ് പറയുന്നത്? 1 ലക്ഷത്തിലധികം വേശ്യകളാണ് ഈ കാമാത്തിപുരയിലുള്ളത്. അവിടുന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ശാലിനിയെ കണ്ടുപിടിക്കുക? അതുമാത്രവുമല്ല, ഈ സുനിൽ എന്ന് പറയുന്നവൻ അവിടുത്തെ ദാതയാണ്. അവന് 2 പേര് ഈ തോക്കും പിടിച്ചിട്ട് സദാസമയം എസ്കോർട്ട് വരെ ഉണ്ടാകും. അവൻ്റെ കയ്യിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ജീവൻ പോലും തിരിച്ചു കിട്ടൂല. പ്രത്യേകിച്ച് പോലീസുകാർ അവിടെ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരെ അന്വേഷിക്കുകയേ വേണ്ടെന്ന് ഈ പോലീസുകാരൻ പറയുകയാണ്. ഏതായാലും ഇവർക്കും ചെറിയൊരു ഉൾഭയമൊക്കെ തോന്നിത്തുടങ്ങി. കേരള പോലീസ് ആണെങ്കിലും അവർക്ക് നല്ല ഭയമുണ്ട്. കാരണം എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഞങ്ങളൊന്നും വരില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറിക്കോ, പക്ഷേ നിങ്ങളുടെ ID കാർഡും കാര്യങ്ങളൊക്കെ ഒന്നിട്ട് പറഞ്ഞു തന്നിട്ട് പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോയ പോലീസുകാർ ചോദിച്ചു, സാറേ, ഞങ്ങൾക്കിങ്ങനെ 1 ലക്ഷം ആളെയൊന്നും വേണ്ട, ഒരു ശാലിനി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. പോലീസുകാരൻ പറഞ്ഞു, ഒരു സംശയവുമില്ല, അതായത് ആ പെൺകുട്ടിയെ ഈ സ്റ്റേഷനിൽ നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബോംബെ കടത്തി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്നാണ് അവിടെയുള്ള പോലീസുകാർ പറഞ്ഞത്. അവർ കൂടെ വരാനൊന്നും തയ്യാറായില്ല. ഏതായാലും അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഒരു സൈക്കിൾ റിക്ഷക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ നമുക്കൊന്ന് കാമാത്തിപുരയിൽ പോകണമെന്ന്. അയാൾക്ക് വലിയ സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കസ്റ്റമറാണ്, ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തുക കിട്ടുമെന്ന് അയാൾക്കറിയാം. പക്ഷേ അയാൾ പറഞ്ഞു, എനിക്കും കൂടി കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു 100 രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 100 രൂപ ഈ സൈക്കിൾ റിക്ഷക്കാരന് കൊടുത്ത് സൈക്കിൾ റിക്ഷക്കാരൻ ഈ കാമാത്തിപുരയിലേക്ക് ഇവർ കൊണ്ടുപോവുകയാണ്. അവിടെ എത്തുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരൊക്കെ ആദ്യമായിട്ട് പോകുന്നതാണ്. അത്രയും വൃത്തിഹീനമായ ഒരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ നടക്കാൻ കഴിയാത്തത്ര വേശ്യകൾ ഇങ്ങനെ മാടി മാടി വിളിക്കുകയാണ്. അവിടെ പല തരത്തിലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന പല രൂപത്തിലുള്ള പല ആൾക്കാർ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നൊരു രംഗം ഇവർക്ക് കണ്ടപ്പോൾ തന്നെ ശരിക്ക് ഇവർ വിറച്ചുപോയി എന്നുള്ളതാണ്. അങ്ങനെ ഈ റിക്ഷക്കാരൻ പറഞ്ഞു, ഒരു വഴി കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതാണ് കാമാത്തിപുര, നിങ്ങൾ എവിടെ വേണമെങ്കിലും നടന്നോ, ഇനി വേണമെങ്കിൽ ഞാൻ വരാം, പക്ഷേ എനിക്ക് എക്സ്ട്രാ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റിക്ഷക്കാരനോട് പറഞ്ഞു, വേണ്ട, നീ വരണ്ട എന്ന് പറഞ്ഞ് ഇവരല്ല 3 പേരും ചേർന്ന് അവിടെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. നടക്കുമ്പോഴെല്ലാവരും ഇവരെ നോക്കാൻ തുടങ്ങി. അതുപോലെ അവിടെയുള്ള ബ്രോക്കർമാർ വന്ന് ഇവരോട് ചോദിക്കാൻ തുടങ്ങി, സാറേ, ഇന്ന സ്ഥലത്ത് നല്ലതുണ്ട്, ഇന്ന സ്ഥലത്ത് നല്ലതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബ്രോക്കർമാർ വരാൻ തുടങ്ങി. അവരൊക്കെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ താണ്ടി ഇങ്ങനെ അവിടുന്ന് പോയിട്ട് കുറേ അങ്ങ് എത്തുമ്പോൾ ഇതുപോലെ ഒരു സൈക്കിൾ റിക്ഷക്കാരൻ അവിടെ നിൽക്കുന്നത്. അയാളോട് ചോദിച്ചു, ഈ സുനിൽ എന്ന് പറഞ്ഞ ആളെ എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇയാൾ ഞെട്ടിയിട്ട് പറഞ്ഞു, സുനിലിനെ ഞാൻ കാണിച്ചു തരില്ല, ഇവിടുത്തെ ദാതയാണ്, ഈ ധാരാവി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ചേരി പ്രദേശം, ഈ ചുവന്ന തെരു ഭരിക്കുന്നത് സുനിൽ എന്ന് പറയുന്ന ഈ മദ്രാസി വാലയാണെന്ന് ഈ റിക്ഷക്കാരൻ പറയുകയാണ്. ഇയാളുടെ കണ്ണിൽ തന്നെ ഭയമുണ്ട്. അപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി, ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ നമ്മളെ നാട്ടിലത്തെ ചെറിയ കള്ളന്മാർ ഒന്നുമല്ല, ഇവൻ ആള് പുലിയാന്ന് പോലീസുകാർക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഏതായാലും ഈ റിക്ഷക്കാരനോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും തരാം, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ റിക്ഷക്കാരൻ പറഞ്ഞു, ശരി, എന്നാലും കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കയറി കുറച്ച് ദൂരം പോയപ്പോഴേ ഒരു തടിച്ച ഒരു സ്ത്രീയുടെ സാരി എടുത്ത് അവിടെ നിൽക്കുന്നു. അവരാർക്കല്ലോ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അങ്ങനെ ഈ റിക്ഷക്കാരൻ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, അതാണ് ഈ സുനിൽ ഭായിയുടെ അമ്മ.
ആ മാതങ്കി എന്നാണ് പേര്. ഈ മാതങ്കിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സുനിലിനെ പറ്റി അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഏതായാലും റിക്ഷക്കാരൻ ചോദിച്ച പൈസ അങ്ങ് കൊടുത്തു. അങ്ങനെ മാതങ്കീൻ്റെ അടുത്തേക്ക് പോയിട്ട് നമസ്തേ മാതാജി എന്ന് 3 പോലീസുകാരും പറഞ്ഞപ്പോൾ ഈ മാതാജി നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞു. അപ്പോഴേ ഇവർ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ പറഞ്ഞു ഞാനും മലയാളിയാണ്, മലയാളത്തിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരം തുടങ്ങിയപ്പോഴാണ് ശാലിനി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ മാതങ്കി പറഞ്ഞു, ശാലിനിയെ എനിക്കറിയാം, ശാലിനിയെ എൻ്റെ മകൻ സുനിൽകുമാർ തന്നെയാണ് തട്ടിക്കൊണ്ടുവന്നത്. ഈ സുനിൽകുമാർ ആരാണെന്ന് നിങ്ങൾക്കിനി അറിയണ്ടേ എന്ന് ചോദിച്ചിട്ട് ഒരു കഥയങ്ങ് പറയുകയാണ്. ഈ കഥ കേട്ടപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മനോഹരൻ എന്ന് പറഞ്ഞവൻ ബോംബെയിൽ കൊണ്ടുവന്ന് വിറ്റ ഒരു വ്യക്തിയാണ് ഈ മാതങ്കി എന്ന് പറയുന്ന സ്ത്രീ. ഇവരുടെ പേര് വേറെ എന്തോ ഒരു പേരായിരുന്നു. ഇവിടെ എത്തിയിട്ട് ഈ മാതങ്കി എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിച്ചതാണ്. അങ്ങനെ ഈ മനോഹരനെ വിശ്വസിച്ച് മനോഹരനെ സ്നേഹിച്ച് തൊടുപുഴയിൽ നിന്നും അവർ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ എത്തിയിട്ട് അന്ന് 10,000 രൂപയ്ക്ക് ഇവരെ വിൽക്കുകയായിരുന്നു എന്നാണ് ഈ മാതങ്കി പറഞ്ഞത്. അങ്ങനെ മാതങ്കിക്ക് ഒരു കുട്ടി ജനിക്കുന്നു, മകനായിരുന്നു. അവൻ്റെ പേര് സുനിൽകുമാർ എന്നാണ്. ആ സുനിലിനെ ഇവർ വളർത്തിയെടുത്തതെന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ മനോഹരൻ എന്ന് പറയുന്നവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റൗഡിയായിട്ട് തന്നെയാണ് വളർത്തിയെടുത്തത്. അങ്ങനെ ഇന്ന് ഈ മാതങ്കിയുടെയും അതുപോലെ സുനിൽകുമാറിൻ്റെയും പേര് കേട്ട് കഴിഞ്ഞാൽ വിറക്കുന്ന ഒരു സിറ്റുവേഷനിലാക്കിയെടുത്തത് മാതങ്കി തന്നെയാണെന്ന് ഇവർ പച്ച മലയാളത്തിൽ ഈ പോലീസുകാരോട് പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനാണ് എൻ്റെ മകനെ കേരളത്തിലേക്ക് വിട്ടത്. മനോഹരൻ്റെ മകളെ കറക്കിയെടുത്തത് ഞാൻ തന്നെയാണ്. ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ലായിരുന്നു. പക്ഷേ മനോഹരൻ എന്ന് പറയുന്ന ആ ചെറ്റയെ അവൻ അങ്ങനെ ജീവിക്കേണ്ട, അവൻ ഏറ്റവും വലിയ ചെറ്റയാണ്. എന്നെപ്പോലെ നിരവധി പെൺകുട്ടികളെയാണ് അവൻ ഈ തെരുവിൽ കൊണ്ടുവന്ന് വിറ്റിരിക്കുന്നത് ആ കാലത്ത് എന്നൊക്കെ ഈ സ്ത്രീ പറയുമ്പോഴേ ഇതിലേറ്റവും വലിയൊരു വില്ലൻ മനോഹരനാണെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ മാതങ്കിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യോ, ഞങ്ങൾക്ക് ഈ ശാലിനിയെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ശാലിനിയെ ഞാൻ കാണിച്ചു തരാം. ശാലിനിയെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ തനി മലയാളികളുടെ സ്വഭാവം എടുക്കരുത്. കാരണം അവൾ ഇപ്പോഴിവിടെ നല്ല ഒരു വലിയ എന്താ പറയുക, ഞങ്ങളുടെ ഈ വ്യവസായത്തിന് പറ്റിയ ഒരാളാണ്. കാരണം സുന്ദരിയാണ്, അതുപോലെ തന്നെ മദ്രാസിയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മലയാളി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അത് നമുക്കൊരു വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് കൊണ്ടുപോക്ക് നടക്കൂല, അതൊരിക്കലും ഞങ്ങൾ സമ്മതിക്കൂല. പിന്നെ നിങ്ങളിനി കേരള പോലീസും മൊത്തം വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് ഈ ശാലിനിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മാതങ്കി പറയുന്നു. അങ്ങനെ മാതങ്കി പറഞ്ഞു, ഏതായാലും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ ശാലിനിയെ വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു വന്ന് ഹിന്ദിയിൽ മാതങ്കിയോടെന്തോ സംസാരിക്കുന്നു. മാതങ്കി അപ്പോൾ ഇവരെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവരുടെ അടുത്തേക്ക് വരുന്നു. ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവർ സംസാരിക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോഴൊന്നും ഇവർക്ക് മനസ്സിലായില്ല. കാരണം ഇവരുടെ കയ്യിൽ ശാലിനിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ശാലിനിയെ മനസ്സിലാകുന്നില്ല. ശാലിനി അത്രമാത്രം മാറിപ്പോയിരിക്കുന്നു. കാരണം ഈ 10 മാസം കൊണ്ട് അവളുടെ സ്വപ്നങ്ങളെല്ലാം നശിച്ച് അവളും ഒരു ചുവന്ന തെരുവിൻ്റെ മകളായിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സ്വപ്നങ്ങളും നശിച്ച്. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് വന്നു, ചോദിച്ചു, ശാലിനിയല്ലേ? അതെ, ശാലിനിയാണ്. ഞങ്ങൾ കേരള പോലീസ് നിന്നാണ്. അതായത് നിങ്ങളുടെ അച്ഛൻ ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്, അത് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്നാണ് ശാലിനിയോട് പറഞ്ഞു. ശാലിനി പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കാരണം എനിക്ക് അങ്ങോട്ട് വരണ്ട, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ ഇവിടെ തീർത്തു, ഇവിടെ അനുഭവിച്ചു ഞാൻ. ഇനി എന്തിനാണ് സാർ ഞാൻ നാട്ടിലേക്ക് വരുന്നത് എന്ന്. അപ്പോൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇല്ല സാറേ, ഒരിക്കലും ഇവിടുന്ന് സാറന്മാർക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇത് ഭരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ എന്ന് പറയുന്ന ഒരാളാണ്. അയാളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോഴും ഈ സുനിലിനെ ഇവരൊന്നും കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ സുനിലിനെ കാണണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സുനിൽ രംഗത്തൊന്നും വന്നിട്ടില്ല. പക്ഷെ എല്ലാവരും അവിടെ എല്ലാ ചെവിയും സുനിലിൻ്റെ ചാരന്മാരാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാനും. അങ്ങനെ പോലീസുകാർ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, ചെയ്യാം. നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, അവിടെ ഒരു സൈൻ ചെയ്തിട്ട് തിരിച്ചയക്കാം എന്നാണ് ഞങ്ങൾ മാതങ്കിയോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ അങ്ങോട്ട് വരണം എന്നാണ് ഈ ശാലിനിയോട് പറഞ്ഞത്. അങ്ങനെ ശാലിനി
ശാലിനി പോയതിന് ശേഷം മാതങ്കിയെ വിളിച്ചു. മാതങ്കിയോട് പറഞ്ഞു, മാതങ്കി ഞങ്ങൾക്ക് ഈ കേസ് ക്ലോസ് ചെയ്യണം, ഞങ്ങൾക്ക് കേരളത്തിൽ പോയിട്ട് അവിടെ ക്ലോസ് ചെയ്യേണ്ടതാണ്. അതായത് ഈ പെൺകുട്ടിക്ക് ഇവിടെ ഭർത്താവും കുട്ടികളും ഉണ്ട്, അതുപോലെ പ്രായപൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിച്ചു, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ നാട്ടിലേക്ക് വരാൻ തയ്യാറല്ല, അവരവിടെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴേ ഒരാണും കൂടി ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അതായത് ഭർത്താവാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യത്തിൽ ഒരാളും കൂടി വേണമെന്ന്. അങ്ങനെ മാതങ്കി അത് സമ്മതിച്ചു. മാതങ്കി പറഞ്ഞു, മലയാളികളല്ലേ, അത് ഞാൻ സമ്മതിച്ച് തരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇവർ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പോലീസുകാരോട് പറഞ്ഞു, ഇതേപോലെ ആ പെൺകുട്ടി ഇവിടെ വരും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോഴൊക്കെ പോലീസുകാരൻ പൊട്ടിച്ചിരിച്ചു, വരത്തില്ല, വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം. അപ്പോഴും ഇവർക്കുള്ളിൽ ഭയമുണ്ട്. കാരണം ഇവരൊക്കെ സിനിമയിൽ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടാകും. അപ്പോൾ ആ ഒരു ഭയം നല്ല രീതിയിൽ പോലീസുകാർക്കുണ്ട്. കാരണം ഒരാളെയും അവിടെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ, ആരാണ് ചാരൻ എന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. ആ ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു യുവതി ഇറങ്ങുന്നു, മുഖത്ത് പർദ്ദയൊക്കെ ഇട്ട്. പുറകെ തന്നെ ഒരു യുവാവ് ഇറങ്ങുന്നു. അതിൻ്റെ പുറകിൽ മറ്റൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. 2 തോക്കുധാരികളും ഇറങ്ങുന്നു. അപ്പോൾ ഈ ഇൻസ്പെക്ടർ പറഞ്ഞു, ദാ അവനെ കണ്ട, അവനാണ് സുനിൽ എന്ന്. അങ്ങനെ സുനിലിനെ കണ്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. കാരണം പക്ക ഒരു ദാത തന്നെ ആണ്. ഇവരെങ്ങനെ ഈ പെൺകുട്ടിയെ കറക്കിയെടുത്തു? കേരളത്തിൽ അതിനുവേണ്ടി ഇവൻ താമസിച്ചത് മാസങ്ങളോളം അവിടെ താമസിച്ചിട്ടുണ്ട് കേരളത്തിൽ, ഈ പെൺകുട്ടിയെ കറക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ സുനിൽ അവിടെ പുറത്തു വന്നു. പുറത്തവിടെ നിന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടിയെ കടത്തിവിട്ടു. അപ്പോൾ ഇൻസ്പെക്ടർ വന്ന് സുനിലിനോട് എന്തോ സംസാരിച്ചു. അങ്ങനെ സുനിൽ അവിടെ നിന്നും പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവിടുന്ന് സൈൻ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇൻസ്പെക്ടർ പറഞ്ഞു, ഒരു കാർ ഇപ്പോഴും വരും, ആ കാറിൽ നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് വിട്ടോളണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അംബാസഡർ കാർ അവിടെ വന്നു. ആ കാറിൽ ഈ 3 പോലീസുകാരും ഈ പെണ്ണും കൂടി കയറുകയാണ്, ശാലിനി. അങ്ങനെ ഇവർ പോയി ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാറ് നിർത്തിയത്. ഈ കാറ് സ്പീഡിൽ പോകുമ്പോഴും പോലീസുകാർക്ക് ഒരുപാട് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സുനിൽ പൈസേൻ്റെ ആളാണ്. കാരണം പൈസ കൊടുത്തിട്ട് ഇവരെ ചതിക്കുകയാണോ ലക്ഷ്യം, ഇൻസ്പെക്ടറുടെ ലക്ഷ്യം എന്താണ് എന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വിജനമായ സ്ഥലത്ത് നിർത്തി. അവിടെ ഒരു ബസ് സ്റ്റോപ്പും കൂടി ഉണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞു ഇതെന്താണ് ഇവിടെ നിർത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു, സാറേ ഇതാ ഇവിടെയാണ് ബോംബെ കഴിഞ്ഞു, ഔട്ടർ ബോംബെ എത്തിയിരിക്കുന്നു, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോറിയോ ബസ്സോ എന്തെങ്കിലും കിട്ടും. അതുമാത്രവുമല്ല ഈ ഏരിയയിൽ ഇനി സുനിലിൻ്റെ ആൾക്കാർ വരാൻ ചാൻസ് ഇല്ല എന്നാണ് ഈ ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെ ഡ്രൈവർ ആവശ്യപ്പെട്ട പൈസയൊക്കെ കൊടുത്തു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബസ്സുകാർ വരുന്നുണ്ട്. ആ ബസ്സുകാരോട് എവിടത്തേക്കാണെന്ന് ചോദിച്ചപ്പോൾ പ്രൈവറ്റ് ബസ്സാണ്, ബോർഡൊന്നുമില്ല. അപ്പോഴെന്ന് പറഞ്ഞാൽ കൈ നീട്ടിയപ്പോൾ തന്നെ നിർത്തി. ബസ് കാലിയായിരുന്നു. ബസ് ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ്. പെട്ടെന്ന് 4 പേരും ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറിയതിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് അവർ വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്, ഈ സുനിലിൻ്റെ ആൾക്കാർ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരു 10-16 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇവർ ബാംഗ്ലൂരിലെത്തുന്നു. ബാംഗ്ലൂരിലെത്തിയിട്ട് അവിടെ ഒരു മുറിയൊക്കെ എടുത്ത് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദി ഡ്രസ്സൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട്, കളയുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു ശാലിനിക്ക്. അങ്ങനെ ശാലിനിക്കും മറ്റൊരു റൂമൊക്കെ എടുത്തു കൊടുത്തു. ശാലിനിയുടെ കഥയൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ശാലിനി പറയുന്നത്, എനിക്ക് നാട്ടിലേക്ക് പോകണ്ട സാർ, എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന മനോഹരൻ പരമചെറ്റയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് താമസിക്കാൻ കഴിയില്ല, ഒരു മകളോട് എന്ന പോലെയല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞപ്പോഴേ മനോഹരനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പോലീസുകാർ പറയുകയും ചെയ്തു. അതിനുശേഷം ഇവർ നേരെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലെത്തുന്നു. നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്നും പിന്നീട് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അച്ഛൻ്റെ കൂടെ വിട്ടിട്ടില്ല. അച്ഛൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയിരുന്നു. പക്ഷേ പോലീസുകാർ തന്നെ സ്പെഷ്യലായിട്ട് പോയിട്ട് പറഞ്ഞു, ഇനി നീ ഇവരെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മനോഹരൻ അവിടുന്ന് പിന്മാറി എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മനോഹരൻ തന്നെ കൊണ്ടുപോകുമായിരുന്നു. മനോഹരൻ്റെ മകളാണ് എന്നുള്ള ഒരു ചിന്തയില്ല. അത്രയും മോശപരമായിട്ടാണ് പെരുമാറാറ്. അങ്ങനെ ഇപ്പോഴും അവർ നല്ല രീതിയിൽ ഇപ്പോഴും കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയിട്ട് തൊടുപുഴ തന്നെ നല്ല രീതിയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ തന്നെയാണ് വില്ലന്മാർ, വേറെ ആരുമല്ല. എവിടെ പോയാലും നമ്മൾ ഏതെങ്കിലും ഒരു വേശ്യാവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മലയാളിയെങ്കിലും അതിൻ്റെ ഒരു പിമ്പായിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏത് ലോകത്ത് പോയാലും ഉണ്ടാകും എന്നുള്ളതാണ്.
അനുഭവങ്ങളാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കാലത്തും എന്തൊക്കെയോ നടക്കുന്നുണ്ട്, വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലം തന്നെയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.